പത്തനംതിട്ട റാന്നി നിയമസഭാ മണ്ഡലത്തിലെ ജണ്ടായിക്കൽ മുതൽ അത്തിക്കയം വരെ 9 കിലോമീറ്റർ പൊതുമരാമത്തിന്റെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന റോഡ് ഇളക്കിയിട്ടിരിക്കുന്ന ഭാഗം ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൂർണ്ണമായും റീടാർ ചെയ്തതാണ്. പക്ഷേ നാട്ടുകാർ പരാതി ഉന്നയിച്ചു, റോഡിന്റെ നിർമ്മാണം ശാസ്ത്രീയമായിട്ടല്ല നടത്തിയതെന്ന്. അങ്ങനെ ഈ നിർമ്മാണം പൂർത്തിയായ സ്ഥലത്ത് മാസങ്ങൾക്കുള്ളിൽ തന്നെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഏതായാലും കരാറുകാരൻ ആ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം വീണ്ടും ഇളക്കി മാറ്റി ടാർ ചെയ്യുകയാണ്. ആ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് 9 കിലോമീറ്റർ ദൂരമാണ്. 4 കോടി രൂപയാണ് സർക്കാർ ഇതിന് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ഇവിടെ ഏകദേശം എത്ര കിലോമീറ്റർ ദൂരത്തിലാണ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് പോയത് ടാർ ചെയ്തതിന് ശേഷം? ഇതിപ്പോൾ ഒരു 2 കിലോമീറ്ററെങ്കിലും ദൂരം ഉണ്ടാകും. അതായത് സാബു എസ്റ്റേറ്റ് എന്ന് പറയുന്നൊരു സ്ഥലം, അവിടെ മുതൽ ഈ വലിയകുളം ജംഗ്ഷൻ, അത് ബസ് സ്റ്റാൻഡ് സ്ഥലം വരെ ഉള്ള സ്ഥലമാണ്. ഒരു 2 കിലോമീറ്ററോളം ദൂരത്തിൽ ഉപയോഗയോഗ്യമല്ലാത്ത രീതിയിൽ, നമുക്ക് റോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് പൊളിഞ്ഞു പോയി പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ ആദ്യം നിർമ്മാണത്തിലെ അപാകത എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ഇത് ക്ലേ ഉപയോഗിക്കാം എന്ന് എനിക്കറിയില്ല. സത്യത്തിൽ ഈ റോഡ് പണിക്ക് ക്ലേ ഉപയോഗിക്കാം. അത് ഈ പാറമടയിൽ നിന്ന് വേസ്റ്റായി തള്ളിക്കളയുന്ന സാധനമാണ്. അതുകൊണ്ട് റോഡിൽ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ടാറ് പിടിച്ചു. അതാണ് ഇതിനകത്തുണ്ടായ വിഷയം. അത് ആരെ ഇത് നോക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നോക്കിയില്ല, അതാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത്. PWD ഉദ്യോഗസ്ഥർ മേൽനോട്ടം വഹിച്ചില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? വഹിച്ചിട്ടുണ്ടാവില്ല. അവർ വന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ 4 കോടി രൂപയൊക്കെ മുടക്കിയിട്ട് 1 മാസം പോലും അല്ലെങ്കിൽ 2 മാസം പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദികളായ പേര് നടപടിയെടുക്കണ്ടേ? അതാണല്ലോ നമ്മുടെ രാജ്യത്തെ നിയമം. അങ്ങനെ ചെയ്യണമല്ലോ. അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിനകത്ത് അവരും കൂട്ടുനിന്നല്ലേ അർത്ഥം. ഈ ഒരു കാര്യത്തിൽ ഏതായാലും നാട്ടുകാർക്ക് വലിയ പ്രതിഷേധമുണ്ട്. കാരണം റോഡ് ടാർ ചെയ്തതിന് ശേഷം മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കരാറുകാരൻ പറഞ്ഞിരിക്കുന്നത് ഈ ഇളകിയിരിക്കുന്ന ഭാഗങ്ങൾ പൂർണ്ണമായും അത് മാറ്റി വീണ്ടും ടാർ ചെയ്യുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ ആ കാണുന്നതാണ് JCB ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ടാർ ചെയ്ത ഭാഗം പൂർണ്ണമായും അത് ഇളക്കി മാറ്റി പകരം അതിൻ്റെ മുകളിൽ വീണ്ടും ടാർ ചെയ്യാനുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട. എന്തായാലും തട്ടിക്കൂട്ട് പണിയൊന്നും നടത്തി രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. നാട്ടുകാർ വിജിലൻ്റ് ആണ്. കൃത്യമായി പണികൾ, നിർമ്മാണ പ്രവർത്തികളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് അവർ നിരീക്ഷിക്കുന്നുമുണ്ട്.